ഹലോ, ഇറ്റ്സ് മീ ശിവഗാമി. ഇപ്പോൾ കൈതച്ചക്കയുടെ സീസണാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കടയിൽ നിന്ന് നല്ല നാടൻ കൈതച്ചക്ക കിട്ടിയപ്പോൾ ഒരു കുഞ്ഞാഗ്രഹം തോന്നി. എന്താണെന്നറിയോ, നമ്മൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ, കണ്ണിമാങ്ങയായാലും നെല്ലിക്കയായാലും ഈ കൈതച്ചക്കയായാലും ഒക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ കൈതച്ചക്ക ഉപ്പിലിട്ട് വെക്കാമെന്ന് കരുതി ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളീ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിൽ ഒരുപാട് വർഷക്കാലമായിട്ട് ഭരണി വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. ആ ഭരണിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കൈതച്ചക്ക ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൈതച്ചക്ക വട്ടത്തിൽ മുറിച്ചിട്ടേക്കുന്നത് കണ്ടപ്പോൾ സൗന്ദര്യം കൂടിയതായിട്ട് കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. പക്ഷെ എന്തോ എനിക്ക് കണ്ടപ്പോൾ അതീവ സൗന്ദര്യം എനിക്ക് പൈനാപ്പിളിൽ കാണാൻ പറ്റി. അപ്പോൾ അതേ നമ്മുടെ ഭരണി ഉണ്ടല്ലോ, നല്ല രീതിയിലൊരു കോട്ടൺ തുണി കൊണ്ട് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്, തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഞാനൊരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പും പച്ചമുളകും കൂടെ കീറിയിട്ട് നല്ല രീതിയിലൊന്ന് തിള വന്നു കഴിയുമ്പോൾ ഭരണിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൈതച്ചക്ക ഇട്ട് കൊടുക്കാം. ശേഷം അത് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ മിക്സായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഉപ്പിലിട്ടത് റെഡിയാവും. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.